ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ആ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കല്ലുകളുണ്ടല്ലോ, ഈ ബിൽഡിങ്ങിന് ജീവനില്ല, എന്നാൽ മനുഷ്യന് ജീവനുണ്ട്. ഇപ്പോൾ ഈ കല്ലുകളാണ് കോശങ്ങൾ എന്ന് സങ്കല്പിക്കുക, പക്ഷേ ജീവനുള്ള കല്ലുകളാണ്. ഈ കല്ലുകൾ സ്ഥിരമായി ജീവിക്കണമെങ്കിൽ അതിന് സ്ഥിരമായിട്ട് ഊർജ്ജം, എനർജി കിട്ടിക്കൊണ്ടേയിരിക്കണം. ആ എനർജി കിട്ടുന്നത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ പണി. ഇൻസുലിൻ ഒരു മാനേജറാണ്. ഈ കോശങ്ങൾക്ക്, സെല്ലുകൾക്ക് എല്ലാ സമയവും എനർജി കിട്ടണം. ഈ എനർജിയാണ് ഗ്ലൂക്കോസ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, ഇതൊക്കെ അന്നജമാണ്. ഈ അന്നജത്തിൽ നിന്നാണ് ഗ്ലൂക്കോസ് കിട്ടുന്നത്. ആ അന്നജം വയറ്റിൽ നിന്ന് നല്ലോണം ചവച്ചരച്ച് അത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തും. ബ്ലഡിൽ നിന്ന് ഇൻസുലിനാണ് ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലുകൾക്ക് സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഗ്ലൂക്കോസ് അന്നജത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, അതായത് ഒരു ദിവസം 2 ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ലിവർ ഉണ്ട്, എൻ്റെ കരളെന്ന് പറയുന്നില്ല, നമ്മുടെ ലിവർ, ഈ ലിവർ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ പിടിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് രക്തത്തിലേക്ക് കൊടുക്കും. പക്ഷേ ഇൻസുലിൻ ചോദിച്ചാലേ കൊടുക്കുള്ളൂ. അതുവരെ ഇൻസുലിൻ പറയും ഇപ്പം ഗ്ലൂക്കോസ് വേണ്ടാന്ന്. എന്നാൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ മൊത്തം ഫാറ്റ് വന്ന് നിറയുകയും ഇൻസുലിൻ്റെ വിളി ഈ ലിവറിന് കേൾക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പം ലിവറാണെ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അപ്പം ലിവർ എന്ത് ചെയ്യും? രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാവില്ലേ എന്ന് ടെൻഷൻ അടിച്ചിട്ട് വെറുതെ ലിവർ ശരീരത്തിലെ ഫാറ്റിനൊക്കെ പിടിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ലിവറിലെ ഫാറ്റിനെ പിടിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടാനുള്ള കാരണം അതാണ്. അപ്പോൾ പ്രമേഹത്തിന്, ഫാറ്റി ലിവർ പ്രമേഹത്തിനൊരു കാരണമാണ്. അതെങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകളൊക്കെ ലാബിലൊക്കെ രാവിലെ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഭക്ഷണം കഴിച്ചതിനേക്കാൾ കൂടുതൽ ഷുഗറാണ് കഴിക്കാണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. അതിന് കാരണം നിങ്ങളുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറയാൻ വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ലിവർ എന്ത് ചെയ്യും? ശരീരത്തിലുള്ള ഫാറ്റിനൊക്കെ പിടിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഫാറ്റി ലിവറും കുറയും. അതുവഴി ഗ്ലൂക്കോസ്, പ്രമേഹവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.